If 6 of the 18 new buildings in a city violate the building code, what is the probability that a building inspector who randomly select 4 of the new buildings will catch? First one, none of the new building that violate the building code. And second one of the new building that violate the building code. And third one, at least 2 of the new building violate the building code. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 18 ന്യൂ ബിൽഡിങ്സ് ഉണ്ട് ഒരു സിറ്റിയില്. അതില് 6 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് വീടിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതില് നമ്മുടെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ വന്നിട്ട് 4 വീട് റാൻഡംലി സെലക്ട് ചെയ്യാണ്. അപ്പോ ആ 4 വീട് റാൻഡംലി സെലക്ട് ചെയ്യുമ്പോ ഒരെണ്ണം ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യാത്തത് വരാനുള്ള പ്രോബബിലിറ്റി. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു ബിൽഡിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പിലുള്ള പ്രോബബിലിറ്റി. അതുപോലെ തന്നെ എന്താണ്, മാക്സിമം 2 എണ്ണം മാത്രമാണ് എന്ത് ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യുന്ന ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് ബിൽഡിംഗ് വയലേറ്റ് ദ ബിൽഡിംഗ് കോഡ് നിർത്തും. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാം എക്സ് ഏതെടുക്കേണ്ടത്. കണ്ട, എല്ലാത്തിനും വയലേറ്റ് ദ ബിൽഡിംഗ് കോഡാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് എന്ത്, പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറ്. അപ്പോ ഇവിടെ എക്സ് എന്താണോ അതിന്റെ പ്രോബബിലിറ്റി അല്ലേ പി എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇവിടെ 6 ബിൽഡിങ്ങിലാണ് എന്ത് ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ടോട്ടൽ 18 ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 6/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. ഇനി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 മൈനസ് പി ദാറ്റ് ഈസ് 1 മൈനസ് 1/3 ഈക്വൽ ടു 2/3. ഇനി എൻ ഈസ് ഈക്വൽ ടു എത്രയാണ്, 4 ആണ്. കാരണം 4 എണ്ണം റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി f of x ഈക്വൽ ടു ncx p raised to x q raised to n minus x എന്നാണ്. അപ്പൊ n 4 ആണ്, p നമുക്ക് 1/3 എന്ന് കിട്ടിയിട്ട് q ഈക്വൽ ടു 2/3 ആണ്. അപ്പൊ എന്തെന്ന് എഴുതാം, 4cx 1/3 raised to x 2/3 raised to 4 minus x. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് വാല്യൂസ് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പ്രോബബിലിറ്റി ഒറ്റ ബിൽഡിങ്ങിൽ എന്താണ് ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പൊ 4c 0 1/3 raised to 0 2/3 raised to 4 എന്ന് കിട്ടി. അതായത് 2/3 raised to 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16/81. ഇനി ഒരു ബിൽഡിംഗ് എന്താ ബിൽഡിംഗിലോ വയലേറ്റ് ചെയ്യുക, അതായത് എക്സിന് എന്തെന്ന് കൊടുക്കാം, 1 വാല്യൂ കൊടുക്കാം. അപ്പൊ 4c1 1/3 raised to 1 2/3 raised to 3 equal to 32/81. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വയലേറ്റ് ദ ബിൽഡിംഗ്. അപ്പൊ 2 ബിൽഡിംഗ് മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡിംഗ് കോഡ്. ഓക്കെ, ഇതിലെന്താ പറഞ്ഞേ, അറ്റ്ലീസ്റ്റ് 2 വയലേറ്റ് ദ ബിൽഡിംഗ് കോഡ്. അപ്പോ മിനിമം 2 എണ്ണത്തിന് വയലേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മിനിമം എന്നാണ്, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം. അപ്പൊ ഇവിടെ എന്താണ്, മിനിമം 2 ബിൽഡിങ്ങിന് ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്ര വേണമെങ്കിലും ആവാലോ. അപ്പൊ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ആവാം, 0യും 1ഉം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ദാറ്റ് ഈസ് 1 മൈനസ് 16/81 പ്ലസ് 32/81 that is equal to 33/81. Problem മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് വൺ, prove that the binomial distribution with parameters n and p can be approximated to the Poisson distribution when n is large and p is small with np equal to lambda a constant. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് ജസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനത് റിപ്പീറ്റ് ചെയ്യണില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, an insurance company agent assets policies of 5 men all of identical age and good health.
Probability that a man of this age will be alive 30 years is 2/3. Find the probability that in 30 years, all 5 men, at least 1 man will be alive. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി 5 ആണുങ്ങളുടെ പോളിസിയാണ് എടുക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു അവരുടെ ഹെൽത്ത് വെച്ചിട്ട് 30 കൊല്ലം അവർ ജീവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് എന്തെന്ന് തന്നിട്ടുള്ളത് 2/3 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ 30 കൊല്ലത്തിലും 5 ആളും ജീവനോടെ ഇരിക്കാനുള്ള പ്രോബബിലിറ്റി, അതുപോലെ തന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ജീവനോടെ ഇരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്ത് എടുത്തു നമ്മൾ, നമ്പർ ഓഫ് മാൻ അലൈവ് 30 years. അപ്പോ എത്ര ആളുകള് 30 years ജീവിക്കും എന്നുള്ളതാണ് നമ്മളുടെ എന്ത് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ n ഈക്വൽ ടു എത്രയാണ് 5 ആണ്, കാരണം ഇവിടെ 5 ആളാണ് മാക്സിമം ഉള്ളത്. അപ്പൊ n ഈക്വൽ ടു 5. ഇനി നമ്മള് എക്സ് എന്താണ്, അലൈവ് ഫോർ 30 years എന്നല്ലേ, അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 2/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പി ഈക്വൽ ടു 2/3 എന്ന് എടുത്തു. ക്യൂ ഇസ് ഈക്വൽ ടു എന്താവും അപ്പൊ 1 മൈനസ് 2/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് എന്താ നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ NCX P raised to X Q raised to N minus X, that is equal to 5ZX 2/3 raised to X 1/3 raised to 5 minus X. ഇനി ഫസ്റ്റിൽ എന്താണ് ഓൾ മെൻ ആണ്, അതായത് X equal to 5. അപ്പൊ 5Z5 2/3 raised to 5 1/3 raised to 0, that is equal to 0.1316. ഇനി അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ജീവനോടെ ഇരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മിനിമം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മിനിമം എന്ന് ആലോചിക്കുക. അപ്പൊ മിനിമം ഒരാളെങ്കിലും ജീവനോടെ ഇരിക്കണം. അപ്പൊ മാക്സിമം എത്ര വേണമെങ്കിലും ആവാലോ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1, ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. കാരണം എക്സ് 1-നെക്കാട്ടും താഴെയാന്ന് പറഞ്ഞിട്ടുണ്ട്, 0 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സിന്റെ സ്ഥാനത്ത് 0 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1 മൈനസ് 5C0 2/3 raised to 0 1/3 raised to 5, that is equal to 0.99588. ഇനി നെക്സ്റ്റ്, ഷോ ദാറ്റ് ഫോർ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ പാരാമീറ്റർ ലാംഡ മീൻ ആൻഡ് വാരിയൻസ് ഈക്വൽ ടു ലാംഡ. ഇതും 2 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു വീഡിയോയില് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൺ, ഇൻ എ ഗിവൺ സിറ്റി 6% of all drivers get at least 1 parking ticket per year. Use the Poisson approximation to the binomial distribution to determine the probability that among 80 drivers randomly chosen in this city, first one, 4 will get at least 1 parking ticket in any given year. Second one, at least 3 will get at least 1 parking ticket in any given year. Anywhere from 3 to 6 inclusive will get at least 1 parking ticket in any given year. അപ്പോ ഒരു സിറ്റിയിലെ 6% ഡ്രൈവർമാർക്കാണ് എന്ത് ഒരു കൊല്ലത്തിലെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് കിട്ടുന്നത്. ഇനി ടോട്ടല് 80 ഡ്രൈവേഴ്സിനെയാണ് എടുത്തിട്ടുള്ളത്. അതില് നമുക്ക് ഒരു ഇയറിൽ 4 ആൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവാം, പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവാം. അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇനി അല്ലെങ്കിൽ എന്താണ്, അറ്റ്ലീസ്റ്റ് 3 ആൾക്ക് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇനി 3 മുതൽ 6 വരെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടുക, പാർക്കിംഗ് ടിക്കറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ എന്താണ്, പോയ്സൺ അപ്രോക്സിമേഷൻ ടു ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പൊ പോയ്സന്റെ രീതിയിലാണ് ചെയ്യേണ്ടത്, പക്ഷെ ബൈനോമിയലിന്റെ ടേംസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എത്ര ഡ്രൈവേഴ്സിനാണ് കിട്ടുന്നത് എന്നുള്ളതല്ലേ. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് ഗെറ്റ് പാർക്കിംഗ് ടിക്കറ്റ് ആണ്. ഇപ്പോ n ഈസ് ഈക്വൽ ടു 8 നിർത്തും, കാരണം ഡ്രൈവേഴ്സ് 80 ആളാണ് ഉള്ളത്. പി ഈസ് ഈക്വൽ ടു എന്താണ് 6% എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 0.06 കിട്ടി. ഇപ്പൊ ക്യൂ ഈക്വൽ ടു എന്താണ് 1 മൈനസ് 0.06 ഈക്വൽ ടു 0.94. ഇനി നമുക്ക് പോയ്സൺ അപ്രോക്സിമേഷൻ ടു ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പോയ്സണിലെ
നമ്മളുടെ മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലാംഡയാണ്. പക്ഷെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ വിൽ ബി NP ആണ്. നമുക്ക് എന്തെന്ന് എഴുതാം? NP ഈക്വൽ ടു ലാംഡ എന്ന് എഴുതാം. ഇപ്പോ n നമുക്കറിയാം 80 ആണ്. 80 ഇൻറ്റു പിയുടെ വാല്യൂ 0.06 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്താ? f of x ഈക്വൽ ടു ലാംഡ റേസ് ടു x e റേസ് ടു മൈനസ് ലാംഡ ബൈ x ഫാക്ടോറിയൽ. അപ്പൊ ലാംഡയ്ക്ക് വാല്യൂ കൊടുത്തു. അപ്പൊ 4.8 റേസ് ടു x e റേസ് ടു മൈനസ് 4.8 ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. ഇനി എന്ത് ചെയ്യാം? എക്സിന് 4 നമ്മൾ കൊടുത്തു, കാരണം 4 ആൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ എന്തായി? 4.8 റേസ് ടു 4 e റേസ് ടു മൈനസ് 4.8 ബൈ 4 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1820. ഇനി നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ 3ൽ കൂടുതൽ ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ്. അപ്പൊ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 ദാറ്റ് ഈസ് 1 മൈനസ് probability of x equal to 0 plus x equal to 1 plus x equal to 2. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് 0 എന്ന് കൊടുക്കുക. 4.8 raised to 0 e raised to minus 4.8 divided by 0 factorial plus 4.8 raised to 1 e raised to minus 4.8 by 1 factorial plus 4.8 square e raised to minus 4.8 by 2 factorial that is equal to 0.85746. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? 3ക്കും 6നും ഇടയിലുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ്. അതായത് പ്രോബബിലിറ്റി ഓഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6 that is 4.8 cube e raised to minus 4.8 by 3 factorial plus 4.8 raised to 4 e raised to minus 4.8 by 4 factorial plus 4.8 raised to 5 e raised to minus 4.8 by 5 factorial plus 4.8 raised to 6 e raised to minus 4.8 by 6 factorial and the value becomes 0.648265. ഇനി നെക്സ്റ്റ് ഡിറൈവ് ദ ഫോർമുല ഫോർ ദ മീൻ ആൻഡ് വാരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതും ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ഡ്യൂറിംഗ് ദ വൺ സ്റ്റേജ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എ കോട്ടിംഗ് മസ്റ്റ് ബി അപ്ലൈഡ്. ഇഫ് 70% ഓഫ് ചിപ്പ് റിസീവ്സ് എ thick enough coating, use binomial distribution. Find the probability that among 15 chips at least 12 will have the thick enough coating. At most 6 will have thick enough coating. Exactly 10 will have thick enough coating. അപ്പോ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് നിർമ്മിക്കുന്ന ഒരു കമ്പനി, അപ്പൊ അതില് നമുക്ക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം? ഒരു കോട്ടിങ് അടിക്കണം. അപ്പൊ ആ തിക്ക് കോട്ടിങ് അടിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 70% ആണ്. അതായത് ഓരോ ചിപ്പിനും ഈ തിക്ക് കോട്ടിങ് കിട്ടാനുള്ള ചാൻസ് 70% ആണ് തന്നിട്ടുണ്ട്. ഇനി ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ടോട്ടല് 15 ചിപ്പാണ് ഉള്ളത്. അതില് 12 ഇനഫ് കോട്ടിങ് കിട്ടാൻ, അതായത് അറ്റ്ലീസ്റ്റ് 12 എന്തുണ്ട്? ഇനഫ് കോട്ടിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ മിനിമം 12 മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അത് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെന്താണ്? അറ്റ്മോസ്റ്റ് 6 വിൽ ഹാവ് തിക്ക് ഇനഫ് കോട്ടിങ്, അതായത് മിനിമം 6 എന്ത് കിട്ടിയിട്ടുണ്ടാവണം? കോട്ടിങ് കിട്ടിയിട്ടുണ്ടാവണം. അതിന്റെ പ്രോബബിലിറ്റി. ഇനി എന്താണ്? എക്സാക്ട്ലി 10 വിൽ ഹാവ് ദ തിക്ക് ഇനഫ് കോട്ടിങ്. അപ്പൊ 10 കറക്റ്റ് 10 കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ചിപ്സ് ഹാവ് ദ തിക്ക് ഇനഫ് കോട്ടിങ് ആണ്. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70% ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പി ഇസ് ഈക്വൽ ടു 70%, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.7. ഇനി ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് 0.7 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.3. അപ്പൊ ഇവിടെ n ഇസ് ഈക്വൽ ടു എത്രയാണ്? 15 ആണ്. f of x equal to ncx p raised to x q raised to n minus x that is equal to 15cx 0.7 raised to x 0.3 raised to 50 minus x. ഇനി ഫസ്റ്റത്തെ പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 12 എന്നാണ് പറഞ്ഞത്.
അപ്പോ നമുക്ക് എന്താണ് മിനിമം 12, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ഇപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. So probability of x equal to 12 plus probability of x equal to 13 plus probability of x equal to 14 plus probability of x equal to 15. So നമുക്ക് എന്തെന്ന് കിട്ടും? 15 C 12 0.7 raised to 12 0.3 raised to 3 plus 15 C 13 0.7 raised to 13 0.3 raised to 2 plus 15 C 14 0.7 raised to 14 0.3 raised to 1 plus 15 C5 0.7 raised to 15 0.3 raised to 0, and this value will be 0.29686. ഇനി at most 6 ആയിരുന്നു, അതുകൊണ്ട് x less than or equal to 6. That is probability of x equal to 0 plus probability of x equal to 1 plus probability of x equal to 2 plus probability of x equal to 3 plus probability of x equal to 4 plus probability of x equal to 5 plus probability of x equal to 6. So 15 C 0.7 raised to 0 0.3 raised to 15 plus 15 C 1.7 raised to 1 0.3 raised to 14 plus 15 C 2.7 raised to 2 0.3 raised to 13 plus 15 C 3.7 raised to 3 into 0.3 raised to 12 plus 15 C 4.7 raised to 4 into 0.3 raised to 11 plus 15 C 5.7 raised to 5 0.3 raised to 10 plus 15 C 6.7 raised to 6 0.3 raised to 9. That is equal to 0.01524. Okay. Exactly 10 chip. That is probability of x equal to 10. That is 15 C 10 0.7 raised to 10 0.3 raised to 5. That is equal to 0.20613. Next question. If the sum of mean and variance of a binomial distribution for 5 trials is 1.8, find the probability distribution function. So, n is equal to 5 number of trials. Mean plus variance is equal to 1.8. Binomial distribution mean NP, variance NPQ. NP plus NPQ is equal to 1.8. 5p plus 5pq equal to 1.8. 5p plus 5p into q 1 minus p. 1 minus p is equal to 1.8. 5p plus 5p minus 5p square is equal to 1.8. 5p 5p 10p. Minus 5p square plus 10p minus 1.8 equal to 0. Then minus 5 on the divide. P square minus 2p plus 0.36 equal to 0. The quadratic equation solve value p quadratic equation solve p k 1.5 9 by 5 value. P is equal to 1.5 q is equal to 1 minus p equal to 1 minus 1 by 5. That is equal to 9 by 5 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ പിക്ക് എന്ത് കൊടുക്കും? 9 by 5 കൊടുക്കും. അപ്പൊ q is equal to 1 minus 9 by 5 equal to 1 by 5. അപ്പൊ നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താവും? f of x equal to ncx p raised to x q raised to n minus x അല്ലേ? ഇവിടെ 5cx 1 by 5 raised to x 9 by 5 raised to n minus x. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ചു എഴുതാലോ. 5cx 9 by 5 raised to x 1 by 5 raised to n minus x. ഇനി next question. It is known that 2% of accounts in a company are delinquent. If 5 accounts are selected at random, compute the following probabilities. First one, at most 2 accounts will be delinquent, and second one, at most 4 accounts will be delinquent. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കമ്പനിയിലത്തെ 2% അക്കൗണ്ട്സ് അത്ര കറക്റ്റ് അല്ല. അപ്പോ ഇപ്പൊ 5 അക്കൗണ്ട്സ് റാൻഡംലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അതില് അറ്റ്മോസ്റ്റ് 2 എണ്ണത്തിന് എന്താണ് കറക്റ്റ് അല്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ 4 എണ്ണം ഡെലിക്കന്റ് അല്ലാത്തത്. 4 എണ്ണം എന്താണ് ഡെലിക്കന്റ് ആയിട്ടുള്ളത്, അതായത് കറക്റ്റ് അല്ലാത്ത അക്കൗണ്ട്സ്.
അപ്പൊ നമുക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് അക്കൗണ്ട്സ് ദാറ്റ് ആർ ഡെലിക്കന്റ്. കാരണം നമുക്ക് ഡെലിക്കന്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് വരുന്നത്. അപ്പൊ പി ഇസ് ഈക്വൽ ടു എന്താണ് 2% അക്കൗണ്ട്സ് ഡെലിക്കന്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പൊ 2% ഇസ് ഈക്വൽ ടു എന്താണ് 2/100 ഇസ് ഈക്വൽ ടു 0.02 എന്ന് വരും. ഇനി ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് 1 മൈനസ് പി ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 0.02 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98. അപ്പൊ n ഈസ് ഈക്വൽ ടു എന്താണ് 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ കൊടുത്താൽ പോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. അപ്പൊ അതെന്താവും 5cx 0.02 റേസ് ടു എക്സ് 0.98 റേസ് ടു 5 മൈനസ് എക്സ്. ഇനി അറ്റ്മോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും. Probability of x equal to 0 plus x equal to 1 plus probability of x equal to 2. That is, നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് വാല്യൂസ് കൊടുക്കുക. 5z0 0.02 raised to 0 0.98 raised to 5 plus 5z1 0.02 raised to 1 0.98 raised to 4 plus 5z2 0.02 square 0.98 cube. That is equal to 0.9999 223808. Ini next one, the probability of x less than or equal to 4. That is equal to 1 minus probability of x greater than 4. So x 4 negating greater ആവാന്ന് വെച്ചാൽ 5 മാത്രമല്ലേ ഉള്ളൂ. കാരണം n equal to 5 ആണ്. അപ്പൊ 1 minus probability of x equal to 5. That is 1 minus 5z5.02 raised to 5.98 raised to 0. That is equal to 0.99999968. Okay. It is known that 5% of the books bound at a certain bindery have the defective bindings. Find the probability that at most 2 of 100 books bounded by this bindery will have defective binding using the formula for binomial distribution and the Poisson approximation to the binomial distribution. അപ്പോ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് n equal to 100 ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ബുക്ക് ബൗണ്ടഡ് ബൈ ദ ബൈൻഡറി വിൽ ഹാവ് ദ ഡിഫക്റ്റീവ് ബൈൻഡിങ്. അപ്പൊ എത്ര ബുക്കിന് ഡിഫക്റ്റീവ് ഉണ്ട് എന്നുള്ളതാണ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 5% ആണ്. അപ്പൊ എന്താണ് വരുന്നത് 5/100 equal to 0.05. ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 മൈനസ് പി ദാറ്റ് ഈസ് 1 മൈനസ് 0.05 is equal to 0.95. Next, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി എഴുതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് 6. n 100 ആണ്, p 0.05 ആൻഡ് q will be 0.95. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി 100 cx 0.05 raised to x 0.95 raised to 100 minus x. ഇനി നമ്മളോട് എന്തെന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അറ്റ്മോസ്റ്റ് 2 ബുക്സ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. That is probability of x less than or equal to 2. That is equal to probability of x equal to 0 plus x equal to 1 plus probability of x equal to 2. So, നമുക്ക് 100 0 0.05 raised to 0 0.95 raised to 100 plus 100 1.05 raised to 1.95 raised to 99 plus 100 C2 0.05 square 0.95 raised to 98. That is equal to 0.11826. ഇനി ഇത് പോയിസന്റെ മറ്റേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റിംഗ് കേസ് ആയിട്ട് ചെയ്യാം. അപ്പോ നമുക്ക് എൻ പി ഈക്വൽ ടു ലാംഡ ആണ് വരുന്നത്. അപ്പൊ എൻ ഈക്വൽ ടു 100ഉം പി 0.05. അപ്പൊ ലാംഡ ഈക്വൽ ടു 5 കിട്ടി. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് വരുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ. അപ്പൊ നമുക്ക് ലാംഡയുടെ സ്ഥാനത്ത് 5 കൊടുക്കുക. 5 raised to x e raised to minus 5 by x factorial. അപ്പൊ probability of x less than or equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും probability of x equal to 0 plus probability of x equal to 1 plus probability of x equal to 2. അപ്പൊ നമുക്ക് 5 raised to 0 e raised to minus 5 by 0 factorial plus 5 raised to 1 e raised to minus 5 by 1 factorial plus 5 square e raised to minus 5 by 2 factorial. That is equal to 0.12465.
Out of 2000 families with 4 children each, how many would you expected to have at least one boy, at most one boy? അപ്പോൾ നമുക്ക് 4 ചിൽഡ്രൻ ആണ് ഒരു ഫാമിലിയിൽ ഉള്ളതെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ n ഈക്വൽ ടു 4 നിർത്തും. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു. ഇനി ബോയ്സ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഗേൾസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പി ഈക്വൽ ടു ക്യൂ ഇസ് ഈക്വൽ ടു 1/2 എന്ന് എടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. അപ്പോൾ 4cx 1/2 റേസ് ടു എക്സ് 1/2 റേസ് ടു 4 മൈനസ് എക്സ്. അപ്പം ഫസ്റ്റ് വൺ എന്തായിരുന്നു? അറ്റ്ലീസ്റ്റ് വൺ ബോയ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിനിമം ഒരു ആൺകുട്ടി, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിയാൽ മതി? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതുക? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്. എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു 0 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് എഴുതാം. Then that is equal to 1 minus 4z0 1/2 raised to 0 1/2 raised to 4. That is 1 minus 1/16 equal to 15/16. The number of families having at least one boy is equal to 15/16 into 2000. That is 1875. And next one, the probability of at least one boy ആയിരുന്നു നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് വൺ ബോയ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് വാല്യൂ വരുന്നത്? അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം. അപ്പൊ മാക്സിമം ഒരു ആൺകുട്ടി ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ മിനിമം എത്രയായിരിക്കും? 0. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 4z0 1/2 raised to 0 plus 1/2 raised to 4 plus 4z1 1/2 raised to 1 1/2 raised to 3. That is equal to 5/16. ഇനി എന്താണ്? നമ്പർ ഓഫ് ഫാമിലീസ് ഹാവിംഗ് അറ്റ് മോസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ എന്താവും? 2000 into 5/16 that is equal to 625. Okay.